ഇന്ന് കോഴിക്കോട് ലോ കോളേജിൽ റെട്രോ ഡേ സെലിബ്രേറ്റ് ചെയ്യാനല്ലേ നമ്മളെ പോലെ അടിപൊളി കോസ്റ്റ്യൂംസ് കുറെ പേര് വരുന്നുണ്ട്. ഇതിന്റെ എത്രത്തോളം ഭയങ്കര ഇവന്റ്ഫുൾ ഡേ ആണ്. ഇതിന്റെ എത്രത്തോളം ക്യാപ്ചർ ചെയ്യപ്പെടുന്നത് എനിക്ക് അറിയില്ല. സോ come with us. ഇത് ഞങ്ങളുടെ കോളേജിലെ ജൂനിയേഴ്സ് ഒക്കെയാണ്. ഇവര് ഭയങ്കര അടിപൊളി ഔട്ട്ഫിറ്റിലാണ് ഇവർ വന്നത്. ദിസ് ഇസ് ഞങ്ങളുടെ ചെയർപേഴ്സൺ. എന്താണ് വൈസ് ചെയർപേഴ്സൺ റെട്രോഡേനെ പറ്റി എന്താ പറയാനുള്ളത്? റെട്രോഡേ അടിപൊളിയാണ്. പിള്ളേരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ ഞങ്ങൾ ഫുൾ വൈബ് ചെയ്തോണ്ടിരിക്കുക. അതെ, ഇനി എന്താണ് ഇനി പരിപാടികൾ എന്താണ്? ഇനി പരിപാടി ഇപ്പൊ തുടങ്ങും. ഞാൻ പോകും. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. മനുഷ്യനായി ഒറ്റ നാളുണ്ട്. നമ്മൾ ബാച്ചിൽ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ഞാനിവിടെ കോഴിക്കോട് ലോ കോളേജ് പിള്ളേർക്ക് അറിയാം വൈറ്റ് വേ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് തൊട്ടടുത്ത്. അപ്പോൾ ക്യാൻറ്റീനിൽ ഫുഡില്ല, മെസ്സിൽ ഫുഡില്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി വൈറ്റ് വേയിലേക്ക് വരും. പക്ഷെ അവിടെ ഓർഡർ ചെയ്തവർ കുറേ സമയം കഴിഞ്ഞ് ഫുഡ് തരും. കുറേ നേരം വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇതാരാന്നറിയാം? ഇതാണ് ഉള്ള മേക്കപ്പ് എങ്ങനെയുണ്ട്? ഞാൻ മേക്കപ്പ് ആരാണ് എന്റെ ക്യാരക്ടർ? ആക്ച്വലി ആണ് ഉദ്ദേശിച്ചത് താനതും അതാണ്. പക്ഷെ വന്നപ്പോൾ മറ്റേ ഊട്ടിപ്പട്ടണമായിട്ട്. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എന്നാ കെട്ടിപ്പിടിച്ചോ ഐ ലവ് യു. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ പറഞ്ഞേക്കാം. കെട്ടിപ്പിടിച്ച് ഐ ലവ് യു ഐ ലവ് യു കെട്ടിപ്പിടിച്ച് ഇതെന്തൊരു ശല്യം. அப்புறம் வந்து எடுத்துறேன். இப்ப விளையாடு. താഴെ വീണ് കിടക്കുന്നവരെ അടിക്കരുതെന്ന് എന്റെ അച്ഛനും പറഞ്ഞു. സത്യം പറയണം. ആരായാലും എന്താ? SI കൃഷ്ണൻ നായർ. എന്റെ അച്ഛനാണ്. ശരി ശരി ശരി, അങ്ങനെ നമ്മുടെ ജ്യേഷ്ഠൻ ഈ നിയമം പാലിച്ചിരിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. നമ്മളെല്ലാവരും പിരിഞ്ഞു പോകുന്നു.
നിക്ക്. ഇപ്പൊ ഞാൻ ഈ ഡ്രസ് ഊരി വെച്ച അത് വീണ്ടും നിയമലംഘനമാകും. അതുകൊണ്ട് ഈ നിയമത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് വരെ ഞാൻ ഇതിട്ടോണ്ട് തന്നെ നടക്കാൻ പോകും. ഹായ് ഗേൾസ്. സോ ഗൈസ്, അപ്പൊ ഇതൊക്കെ ഞങ്ങളുടെ എന്റെ ക്ലാസ്സിലത്തെ അടിപൊളി റെട്രോ ഗേൾസ് ആണ്. എങ്ങനെയുണ്ട് റെട്രോ ഡേ പറയൂ. സോ അപ്പൊ കോളേജിൽ ഉച്ചയായി ആൻഡ് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി കുറേ പ്രോഗ്രാംസ് ഉണ്ട്. ഫിലിം റിക്രിയേഷൻ ഉണ്ട്, ഡാൻസ് ഉണ്ട്, കുറേ ഉണ്ട്. സോ ചെയ്യാനൊക്കെ മെയിൻ DJ പാർട്ടി എല്ലാം ഉണ്ട്. അപ്പൊ എൻജോയ്. ஹலோ பிரியா, அங்க போ, வீட்டுக்கு வாங்க. ஐயோ பயா, எப்படி வரணும்? இன்னைக்கு ஷூட்டிங் மத்தியானம் வரைக்கும் தான். Why don't you make it today afternoon? Sure, we will come. അങ്ങനെ ഒരാൾ മാത്രം കഴിഞ്ഞ് പോണ്ട. I will come. Thank you. ശുക്രിയ. Okay, see you.
o'clock in the night. ഞാൻ ഇപ്പോൾ കോളേജിൽ നിൽക്കുന്നത്. ഇപ്പോൾ ബാക്കിലൊരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും, കാരണം ഇപ്പോൾ ഡിസ്കോ പാർട്ടി സ്റ്റാർട്ട് ചെയ്തു കോളേജിൽ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ റെട്രോ ഡേ ആയിരുന്നു. റെട്രോ ഡേ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ 80s 90s ഒക്കെ റീക്രിയേറ്റ് ചെയ്യണം. എല്ലാവരും അങ്ങനത്തെ കോസ്റ്റ്യൂംസ് ഇട്ടിട്ട് വരുന്നു, കോളേജിൽ വരുന്നു, കോളേജ് ക്ലാസ് റൂംസിലിരിക്കുന്നു, ആ പണ്ടത്തെ വൈബൊക്കെ പിടിച്ച്. പിന്നെ ഫുൾ പ്രോഗ്രാംസ് ആയിരുന്നു. ഇതിൻ്റെ കുറേ ഞാൻ ക്ലിപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, കുറേയൊക്കെ ആഡ് ചെയ്തിട്ടില്ല, കുറേ ഉണ്ടായിരുന്നു. അതായത് ആദ്യം മൂവി സീനെ റീക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ വന്നവർ റാം വാക്ക് ചെയ്യുന്നു, പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, ഫുൾ വേറെ മൂഡായിരുന്നു. നല്ല രസമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ. പിന്നെ ഇപ്പോൾ കോളേജ് നടക്കാൻ പോകുന്ന ഡിസ്കോ പാർട്ടിയാണ്. അത് കഴിഞ്ഞ് മൂവി സ്ക്രീനിങ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത്ര ലേറ്റ് ആയതുകൊണ്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇറ്റ് വാസ് റിയലി ഫൺ ആക്ച്വലി. കാരണം നമുക്ക് എല്ലാവർക്കും ലാസ്റ്റ് 2 weeks ഒക്കെ ആയിട്ട് ഫുൾ എക്സാംസ് ഒക്കെ ആയിട്ട് വൻ വിഷയൻ്റെ നല്ല ഷോകായിരുന്നു. കുറേ നാൾക്ക് ശേഷം കോളേജൊക്കെ പ്രോഗ്രാം നടക്കുന്നത്. സോ അത് നല്ലവണ്ണം എൻജോയ് ചെയ്തത് ഞാൻ. ആക്ച്വലി ഇത്രയും നേരം അടിച്ച് പൊളിക്കായിരുന്നു. ഈ സത്യം പറഞ്ഞാൽ എനർജി ഒക്കെ കഴിഞ്ഞു, ഡ്രെയിൻഡായി. അപ്പോൾ ഇനി നുറുമ്മിപ്പോൾ ഫ്രഷൊക്കെ ആയിട്ട് വേണം തിരിച്ച് കോളേജിലേക്ക് വരാൻ. സോ യാ, അപ്പോൾ എൻജോയ്, ലൈക്ക് ഭയങ്കര ഹാപ്പിയാണ്. കുറേ മൊമെന്റ്സ് ഒന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല, എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ചൊക്കെ പറ്റിയെന്നിരിക്കുന്നു. സോ യാ, ഇത് ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ്. പേര് പറയോ? ക്യൂട്ടിന്റെ ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട്, ലവ്. ലവ് എവിടെ? അറിഞ്ഞൂടെ, ഞങ്ങൾ ലവിന് തപ്പി നടക്കാണ് രാത്രി. ബൈ പറഞ്ഞ എൻ്റെ വീഡിയോ കുറെ പേര് കാണും. അപ്പൊ നമ്മളിനി ഡിസ്കോ പാർട്ടിക്ക് പോവാണ്. ഇപ്പോൾ ആക്ച്വലി ഒരു 11 മണിയായിട്ടുണ്ടാവും രാത്രി. ഇപ്പോൾ നമ്മുടെ കോളേജിലെ റെസ്റ്റോറൻറ്റിലെ ലാസ്റ്റ് പ്രോഗ്രാം വെച്ച് സ്ക്രീനിങ് നടക്കുകയാണ്, ഫിലിം സ്ക്രീനിങ് നടക്കുകയാണ്. അപ്പോൾ ഇവർ 4 യൂണിയൻ മെമ്പേഴ്സ് 4 ഫിലിംസിലേക്ക്, ഓൾഡ് ഫിലിംസിനൊക്കെ പോളിട്ട് വാട്സാപ്പിൽ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്താണ് നമ്മൾ സ്ക്രീൻ ചെയ്യുന്നത് രാത്രി. അപ്പോൾ നമുക്ക് 20ാം നൂറ്റാണ്ട് അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞു. എവരി വൺ ഇസ് ടയേർഡ്. ലൈക്ക് കുറേ പേരൊന്നും സ്ക്രീനിങ് കാണാനില്ല, പക്ഷേ കുറേ പേരൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനിപ്പോഴേ വന്നതുള്ളൂ. നല്ല അടിപൊളിയായിരുന്നു അന്നത്തെ ഹോൾ ഡേ. ഐ തിങ്ക് യു എൻജോയ്ഡ്. മേ ബി വീഡിയോ കാണുന്നവർ പണ്ട് കോളേജിൽ പഠിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ ഇനി പഠിക്കാൻ വരുന്നവരായിരിക്കാം. ഇതൊക്കെ മേ ബി ഒരു ഓർമ്മകൾ അതായിരിക്കാം. പിന്നെ ചിലപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ടോ 11 മണിക്കോ. അപ്പോൾ എന്താ, കുട്ടികളൊക്കെ ഇവിടെ കോളേജിൽ. സോ ആക്ച്വലി നമ്മുടെ കോളേജ് റെസിഡൻഷ്യൽ ക്യാമ്പസാണ്. അപ്പം ഹോസ്റ്റലേഴ്സൊക്കെ ഇവിടെ തന്നെയുണ്ട്. ലൈക്ക് ഹോൾ കോളേജിലൊരു 70-80% ഒക്കെ ഹോസ്റ്റലേഴ്സാണ്. നമുക്ക് ഇവിടെ തന്നെ. അപ്പം നൈറ്റൊക്കെ ഫുൾ ഓണാണ്, ഇങ്ങനെ പ്രോഗ്രാമുള്ള ദിവസങ്ങളൊക്കെ. സോ യാ, ഇനി നമുക്ക് ഫിലിം സ്ക്രീനിങ് കൂടി ഉള്ളൂ. അതുകൊണ്ട് ഞാൻ റെട്രോ ഡേ ഈസ് ഡൺ. ഇറ്റ് വാസ് സോ കൂൾ. ഐ തിങ്ക് നിങ്ങളും എൻജോയ് ചെയ്തു. യാ, സോ യാ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.